പിന്നെ 2:30 ചോറും കറിയും കഴിച്ചു, ഐസ്ക്രീമും കഴിച്ച് ഇവരോട് എല്ലാവരോടും ബായ് പറഞ്ഞു ഞങ്ങൾ വിട്ടു ഒരു 8 hours ഡ്രൈവിന്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് ചായയും സ്നാക്സൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും അടുത്ത ബ്രേക്ക് പോയിന്റ് ഒരു സർവീസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചാച്ചമഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടി നേരെ പോയി കയറി ബർഗർ കിങ്ങില്ല. അവിടുന്ന് ബർഗറൊക്കെ മേടിച്ച് കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, സമയം 10 മണി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെയും വണ്ടി എടുത്ത് വിട്ടു. എൻ്റെ സീറ്റ് ആസ് യൂഷ്വൽ ബാക്കിലാണ്, കാരണം ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം വണ്ടി കയറിയിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കൂട്ടെ അടുത്ത ആൾ കൂടെ ബാക്ക് സീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ആശാനും ഉറങ്ങാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. ഗ്ലാഡ്സിൻ്റെ കമ്പനി എടുക്കാൻ വേണ്ടി കിട്ടി നിർത്താണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഫൈനലി സ്കോട്ട്ലൻഡിൽ എത്തിയിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിൽ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത ബ്രേക്കായി. പിന്നെ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് കോസ്റ്റാ കോഫിയിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ഒപ്പം ഞാൻ ചെറിയൊരു സ്നാക്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സൊക്കെ മേടിച്ച് ഞങ്ങൾ സ്കോട്ട്ലൻഡിലെത്തി. അപ്പോഴാണ് ട്വിസ്റ്റ്, അവിടെയാണ് പേരും കൊടുക്കാച്ച്. ഞങ്ങൾ പോകുന്നതിന് മുന്നേ അറിഞ്ഞായിരുന്നു കാറ്റും മഴയാന്നൊക്കെ ഉള്ളത്. എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വിട്ടുകയാണ്. നല്ല കാറ്റായിരുന്നു സന്ധ്യ ആയപ്പോഴത്തേക്കും. പിന്നെ എഡിൻബറോ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു സന്ധ്യ ആയപ്പോഴത്തേക്കും ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട്. എഡിൻബറോ ക്രിസ്മസ് മാർക്കറ്റ് പക്ഷേ നല്ല രസമായിരുന്നു കാണാനായിട്ട്, ഫുള്ള് ലൈറ്റും ഫുള്ള് വൈബൊക്കെ ആയിട്ട്. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് ക്രിസ്മസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഡ്യൂ ടു ബാഡ് വെതർ. എന്തോ ഭാഗ്യം നേരത്തെ കാലത്ത് അവിടെ എത്തിയിറങ്ങി കാണാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയി ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെല്ലാം ഒരു വർഷമായി സെർച്ച് ചെയ്ത് ഫൈനലി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടെത്തി, മക്കാനി റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ട് നല്ല വിശപ്പായിട്ട് പോയത്. ഒരു ആനേനെ കഴിക്കാൻ മാത്രമുള്ള വിശപ്പുണ്ടായിരുന്നു, കാരണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു കോസ്റ്റോ കോഫി നിൽക്കുന്നതാണ്. പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല എന്ന ദിവസം. അങ്ങനെ ഞങ്ങൾ നേരെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തേൻമിഠായി, അത് കണ്ടു കഴിഞ്ഞാൽ പെടുകയല്ലോ. പിന്നെ ഒരു ആക്രാന്തായിരുന്നു. തേൻമിഠായി കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷ, നല്ല ടേസ്റ്റി ആയിരുന്നു അവിടുത്തെ ഫുഡ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ചുകൂടെ തേൻമിഠായൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ ബാക്ക് ടു റൂം.